എന്ത് കൊണ്ടുവന്നാലും അതിനെ എതിർക്കണം. അതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രധാന അടവ്. എന്നിട്ട് വികസനത്തിനെതിരെ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞ് നടക്കുകയും വേണം. വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നതും ഇപ്പൊ കോൺഗ്രസ്സുകാരാണ് എന്നാണ് പറഞ്ഞു നടക്കുന്നത്. എന്തിനും ഏതിനും മുടക്ക്. ഇപ്പൊ വീണ്ടും പത്രസമ്മേളനമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് സതീശന് ചെന്നിത്തലയും. ഒരൊറ്റ ലക്ഷ്യം, വികസനം വരരുത്. അടുത്ത വട്ടം കോൺഗ്രസിന് ഭരണം പിടിക്കണം. അതിന് ജനങ്ങൾക്ക് എന്ത് അനുഭവിച്ചിട്ടാണെങ്കിലും എന്ത്, വ്യവസായികൾ എന്ത് അനുഭവിച്ചാലും എന്ത്, അതൊന്നും ഒരു പ്രശ്നമേ അല്ല. ഭരണം പിടിച്ചിട്ട് വേണം അടുത്ത മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ഒരൊറ്റ ചിന്ത സതീശനും ചെന്നിത്തലയ്ക്കും. അതിനാണ് ഈ നെട്ടോട്ടമൊക്കെ ഓടുന്നത്. പണ്ട് ക്യാമറ വരുന്ന സമയത്ത് അത് അഴിമതിയാണ് എന്ന് പറഞ്ഞ് നെട്ടോട്ടമായിരുന്നു സതീശനും ചെന്നിത്തലയും. എന്നിട്ട് എന്തായി? അവർക്ക് ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല എന്ന് മനസ്സിലാക്കി അവര് തന്നെ അതങ്ങ് തിരിച്ചു പോവുകയും ചെയ്തു. അതുപോലെയാണ് ഇതും സംഭവിക്കാൻ പോകുന്നത്. വെറുതെ ഓരോന്ന് ഇങ്ങനെ അടിച്ചു വിടുക. ഇപ്പൊ പറയുന്ന ബ്രൂവറിക്ക് അനുമതി നൽകിയ കമ്പനി ദില്ലി മദ്യനയ കേസിൽ ഉൾപ്പെട്ട കമ്പനിയാണ് എന്നാണ് സതീശൻ പറയുന്നത്. രഹസ്യമായി എന്തുകൊണ്ട് ഈ കമ്പനിയുമായി ചർച്ച നടത്തി മറ്റ് കമ്പനികളെ എന്തുകൊണ്ട് അറിയിച്ചില്ല, പുതിയ നയത്തിൽ വിരുദ്ധമായിട്ടാണ് നിലവിലെ പദ്ധതി എന്നൊക്കെയാണ് സതീശൻ പറയുന്നത്. എന്നാൽ വി സതീശന്റെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട്. പാലക്കാട് ബ്രൂവറി സ്ഥാപിക്കുന്നത് കോളേജിന്റെ മറവിൽ എന്നായിരുന്നു സതീശന്റെ വാദം. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ വാദം കോളേജ് അധികൃതർ പൂർണ്ണമായി തള്ളുകയായിരുന്നു. കോളേജിന്റെ സ്ഥലത്തല്ല ബ്രൂവറി വരുന്നതെന്ന് പ്രയാഗ കോളേജ് ചെയർമാൻ സന്ദീപ് പറഞ്ഞിട്ടുണ്ട്. കോളേജ് തുടങ്ങാൻ വേണ്ടിയാണ് കമ്പനി 2 വർഷം മുമ്പ് സ്ഥലം വാങ്ങിയത് എന്നാണ് സതീശൻ കഴിഞ്ഞ ദിവസം ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. കുറെ മാധ്യമങ്ങളും ഇത് ഏറ്റുപിടിച്ച് വ്യാജ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു. രാജേഷും സതീശനും ചെന്നിത്തലയ്ക്കും നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്ര കിട്ടി എന്നൊക്കെയാണ് സതീശൻ ചോദിച്ചിരുന്നത്. അത് സ്വാഭാവികമായ ഒരു കോൺഗ്രസ്സുകാരന്റെ ചോദ്യമാണ് എന്ന് രാജേഷ് പുച്ഛിച്ച് തള്ളുകയായിരുന്നു. ഇതിനൊക്കെയുള്ള മറുപടി നിയമസഭയിൽ നൽകുമെന്നും രാജേഷ് വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. വാർത്താ സമ്മേളനം നടത്തി സതീശനോടും രമേശ് ചെന്നിത്തലയോടും മത്സരിക്കാനില്ല എന്ന് കോൺഗ്രസിന് രാജേഷിന്റെ മറുപടിയാണ്. എല്ലാ കാര്യത്തിലും വ്യക്തത വരുത്തുമെന്നും എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുമെന്നും രാജേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷം എല്ലാ വികസന പദ്ധതികളെയും എതിർക്കുന്നവർ തന്നെയാണ്. മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയത് എല്ലാ നിയമവും ചട്ടവും അനുസരിച്ച് തന്നെയാണ് എന്ന് മന്ത്രി വിശദമാക്കിയിരുന്നു. ഒരു തരത്തിലുള്ള ജല ചൂഷണവും അവിടെ നടക്കുന്നില്ല എന്നും രാജേഷ് വ്യക്തമാക്കി പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയതെന്നും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ നിർമ്മാണം മദ്യ നയത്തിന്റെ ഭാഗമാണ് എന്നും രാജേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു.